ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ മതവിശ്വാസികൾക്കും അവനവന്റെ മതവും മതവിശ്വാസവും മതഗ്രന്ഥങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ആയിരിക്കുകയും വേണം. അവനവന്റെ മതത്തെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെ തന്നെയാണ് അപരന്റെ. ഒരു മതവിശ്വാസി തീർത്തും മറ്റൊരു വിശ്വാസിയുടെ മതത്തെ മാനിക്കണം. ഇനി വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കരുത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഇനി ഏതു മതത്തിൽപ്പെട്ട വിശ്വാസിയാകട്ടെ, ഞാൻ ആ മതത്തെ വിശ്വസിക്കുന്ന ആളല്ല, ഒരു മതത്തെയും അംഗീകരിക്കുന്ന ആളല്ല. മറിച്ച് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ആ ഇസ്ലാം മതത്തിൽ നിന്നിട്ട് എനിക്ക് എങ്ങനെയാണ് വേറൊരു മതത്തെ നിന്ദിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? വേറൊരു മതത്തെക്കുറിച്ച് മോശമായിട്ട് എങ്ങനെയാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്? ഞാൻ എൻ്റെ മതത്തെ എങ്ങനെയാണോ വിശ്വസിക്കുന്നതും മാനിക്കുന്നതും ബഹുമാനിക്കുന്നതും ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവന്റെ മതവും എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയണം. ഇനി ഞാൻ വിശ്വാസി അല്ലെങ്കിൽ ആ മതത്തെയും ഈ മതത്തെയും മറ്റേ മതത്തെയും ഒക്കെ എനിക്ക് വിമർശിക്കാം. ഇതിപ്പോ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അവർക്ക് വല്ലാത്ത പ്രിയങ്കരമാണ്, ചക്കരയാണ്. അപരന്റേതിനെയാണെങ്കിലോ ഇവർക്കൊട്ട് അംഗീകരിക്കാൻ കഴിയാറുമില്ല. ഈ ഇരട്ടത്താപ്പിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. ഇപ്പോ ഖുർആൻ സ്വീഡനിൽ കത്തിച്ചപ്പോൾ ഡച്ചുകാര് ഖുർആനും ഇസ്ലാമും പള്ളികളും ഒക്കെ നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ വിമർശനമാണ് നല്ലൊരു ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. നൂപുർ ശർമ്മ ഇസ്ലാം മതവിശ്വാസത്തെ പറഞ്ഞപ്പോൾ 57 ഇസ്ലാമിക രാജ്യങ്ങൾ ആകെ വെകിളി പിടിച്ചു തുള്ളി ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയല്ലേ നൂപുർ ശർമ്മയുടെ എതിരാളിയായിരുന്ന തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിനെ ഹൈന്ദവതയെ അപമാനിച്ചപ്പോൾ അവർക്കും ഉണ്ടാകുന്നത്. ഇപ്പോ ഖുർആൻ സ്വീഡനിൽ കത്തിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ വേദനയുണ്ടാകുന്നത് അതുപോലെ തന്നെയല്ലേ കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും യേശുവിന്റെ ചിത്രവും മറ്റുമൊക്കെ എടുത്ത് പുൽക്കൂടൊക്കെ നശിപ്പിച്ച മുഹമ്മദ് യൂസഫ് ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ചപ്പോഴും നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഇത് ബൈബിള് കത്തിക്കുമ്പോഴോ ഒരു ഭഗവത്ഗീത കത്തിക്കുമ്പോഴോ വലിച്ചു കീറുമ്പോഴോ ആഹാ ഓഹോ എന്ന് പറയുന്ന ആളുകൾക്ക് ഖുർആൻ കത്തിക്കുമ്പോൾ മാത്രം അത് അംഗീകരിക്കാൻ കഴിയാത്തത് തൻ്റെ മതം മാത്രമാണ് ശരിയെന്നുള്ള വിശ്വാസവും തൻ്റെ മതം മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. എന്നാൽ എൻ്റെ മതത്തെ, എൻ്റെ പ്രവാചകനെ, എൻ്റെ അള്ളാഹുവിനെ, ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെ എങ്ങനെയാണോ മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ എനിക്ക് വേദനയുണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് അപരന്റേതുമെന്ന് ചിന്തിക്കാൻ കഴിയണം. ഇപ്പോ ആക്രിക്കടകൾ മുഴുവൻ ഖുർആൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറച്ച് പടക്കം കിട്ടി കുറച്ച് ആളുകൾക്ക്. ഈ പടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഖുർആൻ വെച്ചിട്ടാണ്. പൊട്ടിത്തെറിയാണല്ലോ ഖുർആന്റെ സ്വതസിദ്ധമായ രൂപം. അതുകൊണ്ട് ഈ പടക്കം വന്നതിന്റെ വഴികൾ അന്വേഷിച്ച് ചെന്നപ്പോൾ കുറച്ചാളുകൾ എത്തപ്പെട്ടത് ചാക്കുകളിലായി ഖുർആൻ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ആക്രിക്കടയിലാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിലാകുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും മനസ്സ് വല്ലാതെ വേദനിക്കും. ചവറ്റുകുട്ടയിലും അതുപോലെ വേസ്റ്റ് കൂനകളിലും ഒഴുക്ക് ചാലിലുമൊക്കെ ഖുർആൻ കണ്ടെത്തിയ സംഭവവും പല രാജ്യങ്ങളും ഖുർആൻ വലിച്ചു കീറി എറിഞ്ഞതും ഖുർആൻ പരസ്യമായി കത്തിച്ചതും കത്തിക്കാൻ ആഹ്വാനം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടവരാണ്. തീർച്ചയായിട്ടും അത് അള്ളാഹുവിൽ നിന്നുള്ള വിശുദ്ധ ഗ്രന്ഥമാണെന്നും പ്രവാചകൻ വഴി 23 വർഷം കൊണ്ടുള്ള അള്ളാഹുവിന്റെ ദൈവികമായ ബോധനമാണെന്നും വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെയും മനസ്സ് വേദനിക്കുന്ന സംഗതി തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും മേലെയാണ് ഭരണഘടന എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭരണഘടനയ്ക്ക് താഴെയാണ് മറ്റെല്ലാ മതങ്ങളും മതദൈവങ്ങളും മതഗ്രന്ഥങ്ങളും എന്നൊക്കെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അതാകുമ്പോൾ ആനുകാലികമാണ്, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ്. ആ എഴുതിയ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ ഇന്നും പിടിച്ചു നിൽക്കണം എന്ന അവകാശവാദം അതിനില്ല. അത് മാത്രമാണ് ശരിയെന്ന് ഭരണഘടന പറയുന്നില്ല. എന്നെ ആർക്കും മാറ്റാനോ തിരുത്താനോ കഴിയില്ല എന്ന് പറയുന്നില്ല.
എന്നെപ്പോലെ ഒരെണ്ണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടന ചാലഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഭരണഘടന കുറ്റമറ്റതാണ് എന്ന് വിശ്വസിക്കാനും ആനുകാലികമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ് എന്ന് വിശ്വസിക്കാനും താല്പര്യപ്പെടുന്നിടത്തോളം കാലം അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മികവുറ്റത്. അപ്പോ ഒരു വിശ്വാസിക്ക് ഖുർആൻ മുസ്ലിങ്ങൾ തന്നെ വലിച്ചെറിയുന്നു, ചാക്കിനകത്തൊക്കെ ആക്കി ആക്രിക്കടയിൽ കൊണ്ടിടുന്നു, അവര് വീട്ടിൽ നിന്ന് എങ്ങനെയും ഖുർആൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കൽ സ്വാഭാവികമാണ്. ഈ വീഡിയോ എന്താണെന്ന് പറയാം. ആക്രിക്കടകളിൽ നിന്നും ഖുർആൻ കളക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്ന അവിടെ വിശ്വാസികൾ കൊണ്ടുകൊടുക്കുന്ന ഖുർആൻ കളക്ട് ചെയ്ത് അതിനെ വളരെ കൃത്യമായിട്ട് നീതിപരമായിട്ട് പരിചരിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണാം. കേട്ടില്ലേ? വിശ്വാസികൾ ആക്രിക്കടയിൽ കൊണ്ടു കൊടുക്കുന്ന ഖുർആൻ. അപ്പോൾ വീടുകളിൽ നിന്നും ഈ ഖുർആൻ ഒഴിവാക്കുന്നത് ആരാണ്? മുസ്ലിങ്ങൾ തന്നെ. ഒന്നുകൂടി ആ പദം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആക്രിക്കടകളിൽ നിന്നും ഖുർആൻ കളക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്ന അവിടെ വിശ്വാസികൾ കൊണ്ടുകൊടുക്കുന്ന ഖുർആൻ കളക്ട് ചെയ്ത് അതിനെ വളരെ കൃത്യമായിട്ട് നീതിപരമായിട്ട് പരിചരിക്കുന്ന അങ്ങനെ അപ്പോ ഓരോ വിശ്വാസിയും ഖുർആൻ ഒഴിവാക്കി തുടങ്ങി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആക്രിക്കടകളിൽ നിന്നും ഖുർആൻ കളക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്ന അവിടെ വിശ്വാസികൾ കൊണ്ടുകൊടുക്കുന്ന ഖുർആൻ കളക്ട് ചെയ്ത് അതിനെ വളരെ കൃത്യമായിട്ട് നീതിപരമായിട്ട് പരിചരിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം കുറച്ച് മുമ്പ് ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. പടക്കം പൊട്ടിച്ചതിന് ശേഷം അതിന്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള പേപ്പറുകൾ നോക്കുന്ന സമയത്ത് ഖുർആൻ എഴുതിയ പേപ്പറുകളാണ്. വേറെ വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഉറവിടം ഒരു പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളായി. ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അത് അവർ കൊണ്ടുകൊടുക്കും. ഇവർ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ആദ്യം ഞാൻ വീണ്ടും പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതൊരു വലിയൊരു തെറ്റാണ്. ഏത് വിശ്വാസമായിക്കോട്ടെ, ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവോ ഏതോ ആയിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങളുടെ പ്രമാണങ്ങളെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ബഹുമാനപൂർവ്വം സൂക്ഷിക്കുക എന്നുള്ളത് അതൊക്കെ മതം വിശ്വസിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. അവസരമാരെ ഈ ഒരു വീടിന്റെ ഉള്ളിലാണോ ഹാളിലത് ആദ്യം നിങ്ങളുടെ പേരെങ്ങനെയാണ്? മുഹമ്മദ് ഫൈസൽ. ഇതിപ്പോ ഈ ചാക്കിൽ കിട്ടുന്നതൊക്കെ ഖുർആനിലെ ഇത് വേസ്റ്റ് ആയിട്ട് തള്ളിയ ആളുകള് നമ്മൾ ആക്രിക്കടയ്ക്ക് കൊടുത്തത് അവിടെ നിങ്ങൾ കളക്ട് ചെയ്യണം. അത് നമ്മൾ അവർ കളക്ട് ചെയ്ത് ആക്രി കളക്ട് ചെയ്യുന്ന ആളുകൾ ആക്രിക്കടയിൽ കൊടുക്കും. അവിടെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? അവർ നാട്ടിൽ ചാക്കിൽ കിട്ടുന്ന എടുത്തു വെച്ചാൽ നമ്മൾ ഈ ചാക്ക് അവരെത്തില്ല. ഇതിന് വളരെ ഉപയോഗം ശൂന്യമായതുകൊണ്ട് പേര് പോലും ഇത് ചാക്കിൽ മാത്രമല്ല ഈ ഒരു ടേബിളിൽ കംപ്ലീറ്റ് കൊടുക്കാനുണ്ടോ. ഇതിൽ യാതൊരു കേടുമില്ലാത്തതുണ്ട്. ഒരു എന്താ പറയുക ചട്ട പോലും നൽകാത്ത സാധനമുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഒരു വിശ്വാസി എന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഏത് മതത്തിന്റെയും പ്രമാണങ്ങൾ, അതുപോലെ തന്നെ ഏത് മതമായിക്കോട്ടെ, ഇസ്ലാമോ അല്ലെങ്കിൽ ഹിന്ദുവോ ക്രൈസ്തവനോ ആരുമായിക്കോട്ടെ, അവരുടെയൊക്കെ ആ ഒരു ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കേണ്ടത് അതാത് വിശ്വാസികളാണ് അല്ലേ. ഇപ്പോൾ ഞാൻ വേറെ സംഭവം പറയട്ടെ. നമ്മുടെ പുറത്തു നിന്നൊക്കെ ഇപ്പൊ പടക്കം കുട്ടിയ ഒരു വിഷയത്തിൽ അതിന്റെ വീഡിയോ അതിലേക്ക് ഉറവിടം ചിലപ്പോൾ നമുക്ക് അത് ഇങ്ങനെ കൊടുത്തേക്കുമ്പോൾ ഇതൊക്കെ കൂടുതൽ പോകുന്ന പേപ്പർ കമ്പനിയിലേക്കാണ് പോവുക. അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ആളുകളിലേക്ക് റീസൈക്ലിംഗ് അത് മുമ്പത്തെ കാലത്ത് വഴുതിരി ഉണ്ടാക്കാൻ വേണ്ടി പോയി പറഞ്ഞിരുന്നു. എന്തായാലും വഴുതിരി ഉണ്ടാക്കാൻ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുത്തേക്കണം. കിട്ടില്ല. അപ്പൊ പുതിയ കുറെ വാങ്ങിയോ ചെയ്യില്ല. ഇതുവരെ അതിനിടയിൽ എന്നാൽ പാവപ്പെട്ട മറ്റേ മനസ്സിലുണ്ടാവും. അതിനെ പറ്റി പോകാൻ അറിയില്ലോ. അവരിങ്ങനെ ഞാൻ പല കടയിൽ ചെന്നപ്പോൾ ചില കടയിൽ അവർ കൈ കൊടുത്ത് വെള്ളം ചാട്ടത്താണ് കൂടാൻ കിട്ടുന്നത്. നമ്മൾ മനസ്സ് വിട്ടു പോയി. കാരണം അവർക്കതിനെ പറ്റി അറിയില്ല. പാവങ്ങളാണ്. അവരവിടെ ചോദിച്ചു പറഞ്ഞു നമുക്കറിയില്ലോ മോനെ പറഞ്ഞിട്ട് അവർ ഒരുപാട് ഇട്ടൊന്നും അങ്ങനെ പല കടയിൽ ഒരു കടയിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഒറ്റ മനസ്സിലാണ് ഞാൻ എന്തിനെ പറ്റി അറിയില്ല ആവശ്യമിച്ചിരിക്കുന്നത് മറ്റേ മോൻ വന്നു പറഞ്ഞു ഉപകാരമായി എന്ന് പറഞ്ഞ് കൊണ്ടാൻ വേണ്ടി കാശ് തന്നു അയാൾ കൊണ്ട് എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അതിന് ബഹുമാനിക്കുന്ന മറ്റു മനസ്സിലുണ്ട്. വളരെ സന്തോഷം. അവർ പെട്ടി സൂക്ഷിച്ചു വല്ല ബ്രിട്ടീഷ് ഫയൽ കിട്ടിയപ്പോൾ അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റു മനസ്സിൽ ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല കടയിൽ ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെ വൈക്കുമല യാത്ര പല കടയിൽ കയറി ചോദിക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് കൊണ്ടുപോകും. ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പല ഉസ്താമാരോട് ചോദിച്ചു. 1.5 വർഷമായപ്പോൾ എന്തിനാ നടക്കുന്നു. അപ്പോൾ ഉസ്താമാർ പറഞ്ഞത് ഒന്ന് ഇതിനെന്ത് ചെയ്യണം, പരമാവധി ബൈറ്റ് ചെയ്ത് വീണ്ടും വീട്ടിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഠിക്കൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഡോക്ടറെ കിട്ടും. അപ്പോൾ സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നാണ് പല ആളും ചോദിച്ചത്. ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ മറ്റ് വിലപ്പെടുമ്പോൾ ആധാരങ്ങൾ മറ്റ് നമ്മൾ 100 വർഷങ്ങളോ ബാക്കിയുള്ള ആധാരം നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ വീട്ടിലുണ്ട്. അത്ര പഴക്കത്തിൽ നമ്മൾ അത് സൂക്ഷിക്കണം. എന്തിനാണ്? നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. എന്നതുപോലെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തറസൂലിന്റെ കലാമാണ്. അങ്ങനെ മുത്തറസൂലിന് ഇറങ്ങിയ അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ നോക്കിയിരുന്നാൽ കൂടി കിട്ടും. ഉമ്മാനും ഉപ്പാനും മുസ്താന്മാരും മഹാന്മാരും അത് നോക്കിയിരുന്നാൽ കൂടി കിട്ടും. കാരണം നോക്കിയിരുന്നാൽ കൂടി കിട്ടും. അത്രയും കൂടി കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ ഖുർആൻ. ആ ഖുർആൻ നോക്കിയിരുന്നാൽ കൂടി കിട്ടുന്ന സംഗതി അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ ഇങ്ങനെ നമ്മൾ കൊടുത്തയക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു ബുദ്ധിമോശം കൊണ്ട് പുറത്തു കൊടുക്കട്ടെ എന്നാണ് കൊണ്ട് പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ അതാണ് പോയിന്റ്. ഇപ്പൊ ഇത്രയും ഖുർആൻ ഇവിടെ കൂടിക്കിടക്കാൻ കാരണം ആ മുസ്ലിങ്ങൾ കൊടുത്തതല്ലല്ലോ, മുസ്ലിങ്ങൾ തന്നെ അവരുടെ വീടുകളിൽ നിന്നും ഒഴിവാക്കിയതല്ലേ. സംഭവിച്ചു പോയ ഒരു അറിവില്ലായ്മ സംഭവിച്ചു പോയത് തന്നെയാണ്. അതിനെന്ത് ചെയ്യണം? ഇനി അവർ ഇത് കാണുന്ന ഒരാളും
പരമാവധി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഇനി അപ്പൊ അധികം ആളുകൾ ചോദിക്കുന്നത് എന്താ നമ്മൾ ചെയ്യാം, പയരെന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇതുപോലെ പരമാവധി ബൈൻഡ് ചെയ്തിട്ടോ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്ടം പോലെ വീട്ടിൽ റാക്കുകളുണ്ട്, അലമാരകളുണ്ട്. ഇപ്പോഴത്തെ പുതിയ വീടുകളാണെങ്കിൽ മേലെ പിന്നെ പുതിയ ഡിസൈൻ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലം മനസ്സെടുക്കുന്നുണ്ട്. ആ സ്ഥലങ്ങൾ നല്ല പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കിയിട്ട് അടച്ച് ഉറപ്പാക്കിയിട്ട് നല്ല കെട്ടിയിട്ടാണ് കൊണ്ടുപോയി വെച്ചാല് നമ്മൾ വീട് എത്ര കാലം ഉണ്ടോ അത്രയും കാലം നടന്നോ. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബർക്കത്തുള്ള സംഗതിയാണ്. ഖുർആൻ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ബർക്കത്തുണ്ടാവും, റഹ്മത്തുണ്ടാവും, യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഏത് പിന്നെ മതക്കാരായാലും ആ മതത്തിന്റെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉത്തരമ ഒരു ബോധമുള്ളവർ ചെയ്യും. പിന്നെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അത്. പിന്നെ അതിന് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ കത്തിച്ച് കളയാന്നുള്ളതാണ്. കത്തിച്ച് കളയാൻ നമുക്ക് നമ്മൾ ഗ്രന്ഥം കത്തിച്ച് കളയാൻ ഞാൻ കുറെ നോക്കി കത്തിക്കാൻ, പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കാത്തോട് വീട്ടിൽ എടുത്ത് വെച്ചതാണ്. ഈ മതപരമായിട്ട് കത്തിക്കാനുള്ള വകുപ്പുണ്ടോ? മതപരമായി കത്തിക്കാൻ വകുപ്പുണ്ട്, പക്ഷെ കത്തിക്കാൻ വെറും നമ്മൾ വിറക് കത്തിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നല്ലൊരു ചെമ്പലു കത്തിക്കണം, ഉപയോഗിക്കുമ്പോൾ ഒതു വേണം. പിന്നെ അത്രയും ബഹുമാനിച്ച് ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഇതിപ്പോ ഇന്നത്തെ ചെയ്യാൻ വലിയ ചെമ്പല് നമ്മൾ കത്തിച്ച് ഓരോരോ പേജ് കത്തിക്കണം. ഇപ്പോൾ ഒരു 600 പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 300 പേജ്, ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കത്തിക്കണം. അല്ലെങ്കിൽ ഫുള്ള് കത്തി അതെ. അങ്ങനെ കത്തിയതിനു ശേഷം ഈ ഗോതമ്പ് കൂടി നല്ല പിന്നെ കത്തിച്ചിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ കലക്കി കളയണം. കവറിലാക്കി ചാരം കലക്കി കളയണം, മിക്സ് ചെയ്ത് കളയണം. അത്രയും പിന്നെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട സംഗതിയാണ്. അപ്പൊ ഈ ആക്രിക്കടക്കാർ അവർ പറഞ്ഞത് അവര് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കലാണെന്ന് പറഞ്ഞു. പിന്നെ കണ്ടപ്പോ ചെയ്യും അവരുടെ അവിടെ ഈ സാധനം വരുമ്പോ നിങ്ങളെ വിളിക്കല അല്ല, ഞാനിപ്പോ ആദ്യമായിട്ട് അറിയാതെ ഒരു ദിവസം കണ്ടു. കണ്ടു തന്നെ ഞാൻ കണ്ടതല്ല. അല്ലെ ഞാനൊരു ബഹുമാനിക്കേണ്ട ഒരു പിന്നെ പഠിച്ചവന്റെ പേര് എഴുതിയ ബോർഡ് കണ്ടപ്പോ അങ്ങനെ ചളിയായി കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വെക്കേണ്ട സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ മുമ്പിൽ വെക്കി ഞാൻ കൈ തരാൻ പറഞ്ഞു പഠിച്ചപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇതൊന്നുമല്ല മോനെ, ഇഷ്ടം പോലെ നമ്മളെ ഖുർആനിന്റെ ചാപ്റ്റർ ഇവിടെ കിടക്കുന്നുണ്ട് ആളുകൾ കൊടുത്തിട്ട്. അപ്പോഴാണ് നമ്മൾ ആകെ മനസ്സ് പൊട്ടി പോയത്. അറിയുന്നത് അത് ഈ കൊറോണ സമയത്ത് നമ്മള് സ്ഥിരമായി പോകുന്ന കടയാണ്. അവിടെ പിന്നെ നമ്മള് പഴയ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ കടയിൽ ചെന്നപ്പോഴാണ് ഇയാൾ പറയുന്നത്. അതിന്റെ ശേഷം ഞാൻ പല കടകളിലും ചെന്നു. ചില കാശുണ്ടാവും, ആ വ്യവസായ വല്യമാർക്ക് ആ ചട്ടന്റെ ഉള്ളത്ത് കാശ് വെക്കാൻ പാടില്ല. അത് പിന്നെ വ്യവസായ ആളുകളല്ലേ. അപ്പൊ അങ്ങനെ വ്യവസായ പഴയ കാലത്തൊക്കെ വല്യമാരി ഖുർആനെ സൂക്ഷിച്ചിരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെന്തെയും നല്ല ഒരു എത്ര കുട്ടിയെ പഴയ ഖുർആനാണെങ്കിലും വലിയ ശീലന്റെ കവറൊക്കെ അടിച്ച് വൃത്തിയിൽ അത്രയൊക്കെ പൂശി ആ ഒരു പിന്നെ ബഹുമാനം, എന്നിട്ട് നമ്മൾ കുട്ടികൾ കയ്യെത്താത്ത രീതിയിൽ ഉയർത്താൻ നോക്കല്. അങ്ങനെ ബഹുമാനിച്ചിരുന്ന സംഗതി എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്കക്കടയിൽ എത്തിയെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാണില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യാം, എല്ലാവരിലേക്കും എത്തിയിട്ട് എല്ലാ സഹോദര വിശ്വാസികൾക്കും എത്തണം. എന്നിട്ട് ഇനി വേറെ ആരും അത് ആക്രിക്കടയിൽ കൂടാതെ നിങ്ങൾ വീട്ടിൽ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ തീർച്ചയായിട്ടും വീട്ടിൽ വർക്കത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ നാട്ടിലെ പ്രയാസങ്ങളും അതുപോലെ ദുരന്തങ്ങളും അതുപോലെ രോഗങ്ങളൊക്കെ ഒരു പക്ഷേ ആയിരിക്കാം. ഞാൻ നമുക്ക് എല്ലാം ഖുർആൻ പ്രിന്റ് ചെയ്ത് ഇറക്കുന്ന നാടുകളിൽ പോലും പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. പിന്നെ ഇത് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ വെച്ച പ്രശ്നങ്ങൾ തീരുന്നു. ശരി, ഈ ഗ്രന്ഥമുണ്ടാക്കുന്ന പ്രശ്നം കാരണമാണ് ഹമാസും ഐസിസും ഒക്കെ ഉണ്ടാകുന്നത്. ശരി, കാരണം അത്രയും ബഹുമാനിക്കേണ്ട ഒരു സംഗതിയാണ്. പഠിച്ചവന്റെ കലമാണല്ലോ. ദുനിയാവിൽ നമുക്ക് ഖുർആൻ, നമുക്ക് ശിഫാം, എല്ലാ മുന്നിലേക്ക് ശിഫ ഖുർആനാണ്. പിന്നെ മരിച്ചു പോയാൽ നമുക്ക് ഇമാം ഖുർആനാണ്. കബറിൽ മരിച്ചു കിടന്നാൽ നമുക്ക് വിളിച്ചാവുന്നത് ഖുർആനാണ്. അങ്ങനത്തെ ഖുർആൻ നമ്മളിങ്ങനെ ആക്കി വിട്ടാൽ എങ്ങനെ നമുക്ക് വിളിച്ചു കിട്ടുക? ഒരുപക്ഷെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രദേശങ്ങളിൽ ആരും ശിവകാശിക്ക് പടക്കം പൊട്ടിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ പോയാൽ അല്ലാതെ അവർ പടക്കക്കാർ എന്തായാലും പുതിയ ഖുർആൻ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെക്കാട്ട് ഒരു ഇതിനോടൊരു ഹുർമത്തും സ്നേഹം അല്ലെങ്കിൽ നല്ല ബഹുമാനം കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിലേക്ക് വിശ്വാസികൾക്ക് ഭയങ്കര പവറാണ്. ഒരിക്കലും തോന്നുന്നില്ല. മലയാളികൾക്ക് ഇതൊക്കെ സിമ്പിൾ നമ്മൾക്ക് എന്തോന്ന് അറിയില്ല. നമ്മളൊരു കാഴ്ചപ്പാട് അങ്ങനെ നമ്മുടെ നാടിന്റെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഇവിടെ നിങ്ങളൊരു ഉദാഹരണം മാത്രമാണ്. വീടുകളിലുണ്ടല്ലേ എത്ര കടയിൽ ഇപ്പൊ കിട്ടി കിട്ടുന്നുണ്ട്. പല കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവന്ന് തയ്യാറപ്പെടുത്തിരുന്നു. നിങ്ങൾക്ക് ഇത് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാതെ നമ്മളിങ്ങനെ കിട്ടുമ്പോൾ കുറെ കൊണ്ടുവന്ന് കാണിച്ചല്ലോ. അപ്പൊ അതിനെന്തായാലും തീരുമാനത്തിലെത്തിയ ശേഷം ഇത് നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ആരും വീഡിയോ കാണുന്ന ആരും ഇനി ഒരിക്കലും മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കി. അതായത് ഒരു ഇത്രയും സാധനം കേട്ടോ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതിൽ നിങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് കൊടുത്തു. നിങ്ങൾ കമാൻഡുകൾ പല ആളുകൾക്കും പല വിവരങ്ങളുണ്ടാവും. ആർക്കും അഭിപ്രായം പറയാം. ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന്റെ ചാനൽ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ കൂടെ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയാം. നന്മ മീഡിയ എന്നാണ് നമ്മളെ ചാനലിന്റെ പേരുള്ളത്. ഇൻഷാ അല്ലാഹ് ചാനലിൽ പിന്നെ നമുക്ക് ഉപയോഗിച്ച് നല്ല അത്യാവശ്യം കാര്യത്തിൽ എത്തിയ കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാന്ത്വന പ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിന് പാവപ്പെട്ടവർക്ക് പള്ളിയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സാധനം നമ്മൾ കണ്ടിരുന്നത് ഇത് ഖുർആൻ നല്ല ഖുർആൻ സാധനമല്ല. മൂപ്പര് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി അതേപോലെ തന്നെ വേറൊരു സംഭവം ഖുർആൻ കൂടി കണ്ടു. വേറെ ഒന്ന് രണ്ടെന്നല്ല നമ്മൾ മദ്രസയിലേക്ക് അതൊരു കുഴപ്പമില്ല. ബൈൻഡിങ് ഒന്ന് പൊട്ടിപ്പോയി മാത്രമേ വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഖുർആൻ മാത്രമല്ല, ഒരുപാട് അറബി കിതാബുകൾ അതേപോലെ തന്നെ മൗലിദ് കിതാബ് ഇതിനൊന്നുമില്ലാത്തോടാണ് ഒരു കുഴപ്പമില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഖുർആൻ വീട്ടിൽ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നബിയുടെ പെണ്ണും കള്ളും സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ചുമൊക്കെയാണ്
എന്നും മനസ്സിലാക്കിയിട്ട് വിശ്വാസികൾ ഇത് ഒഴിവാക്കിയതല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലത്. നന്ദി.